ഹായ് ഫ്രണ്ട്സ്, നിക്കീസ് കഫേയുടെ മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഇന്ന് തിരുവനന്തപുരത്തെ കടക്കൂട്ടത്തുള്ള ലേ അറേബ്യയിൽ പോയിരുന്നു. ലേ അറേബ്യയിൽ പോയപ്പോഴാണ് ഇഫ്താർ കിറ്റ് ഏകദേശം 299 രൂപയ്ക്ക് അവിടെ ഇഫ്താർ കിറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഏകദേശം 6 മണിക്കാണ് ഞാൻ അവിടെ പോയത്. അപ്പോൾ ഞാൻ ആ ഇഫ്താർ കിറ്റ് മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഈ ഇഫ്താർ കിറ്റിനകത്ത് എന്തെല്ലാം ഉണ്ടെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടു നോക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മളിതിൻ്റെ ഒരു ഫുഡ് വീഡിയോ ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് ഇതിനകത്തിൽ എന്തെല്ലാം ഉണ്ടെന്ന് നമുക്ക് കണ്ടു നോക്കാം. നമുക്ക് ഈ ഇഫ്താർ കിറ്റിനകത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, നമ്മളിത് തുറക്കുകയാണ്. ഓക്കേ, ആഹാ, ആദ്യം തന്നെ നമുക്ക് ഫ്രൂട്ട്സ് ഉണ്ട്. ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ്. നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് ഇതിനകത്തിൽ എന്താണ്, കൈതച്ചക്കയുണ്ട്, ഒരു ഡേറ്റ്സ് ഉണ്ട്, പിന്നെ തണ്ണിമത്തനൊക്കെ ഉണ്ട്, പിന്നെ ആപ്പിളിൻ്റെ ഒരു പീസ് ഉണ്ട്. ഓക്കെ, ഇതാണ് ഫ്രൂട്ട്സ് ഐറ്റമാണ് നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്തത്. അപ്പോൾ നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. സോ അടുത്തത് എന്താണെന്ന് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അടുത്തത് എന്താണിത്? ഇത് ചിക്കൻ കറിയാണ്. ഇത് ചിക്കൻ കറിയാണെന്ന് എനിക്ക് തോന്നുന്നു. പൊറോട്ട ഉണ്ടെന്ന് തോന്നുന്നു. പൊറോട്ടയുടെ കൂടെ കഴിക്കുന്ന ചിക്കൻ കറിയാണിത്. ഓക്കെ, നമുക്ക് ചിക്കൻ കറി നമുക്ക് തൽക്കാലം ഇവിടേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ചെറിയൊരു കുപ്പിയിൽ വെള്ളമൊക്കെ ഉണ്ട്. വളരെ നല്ല രസമുള്ളൊരു കുപ്പിയൊക്കെയാണ്. ഓക്കെ, അതിവിടെ നമ്മൾ മാറ്റി വെക്കുന്നു. പിന്നെ ഇത് സ്പെഷ്യൽ ജ്യൂസാണ്. ജ്യൂസ് നമ്മളിങ്ങോട്ട് മാറ്റി വെക്കുന്നു. പിന്നീട് ചെറിയ ബോക്സ് അതിവിടെ നിൽക്കട്ടെ. ഇത് നമ്മുടെ നോമ്പ് കഞ്ഞിയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നോമ്പ് കഞ്ഞി, അത് നമ്മളിങ്ങോട്ട് മാറ്റി വെക്കുന്നു. ഓക്കെ, പിന്നെ ഹലീം, ഹൈദരാബാദി ഹലീമാണിത്. നമ്മൾ മാറ്റി വെക്കുന്നു. ഇത് നമുക്ക് ചെറിയൊരു സെറ്റ് ബിരിയാണിയാണ്. അപ്പം അവരുടെ ലേ അറേബ്യയുടെ ഇവിടെ ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് കഴിക്കാറുണ്ട്. വളരെ നല്ല ബിരിയാണിയാണ്. അപ്പം നമ്മളതും നമുക്ക് തൽക്കാലത്തേക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കുന്നു. അതിൽ കുറച്ച് സമോസയും, ഒരു വലിയ സമോസയും ചെറിയ സമോസയും ഒരു ഉണ്ണിയപ്പമാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, അത് നമുക്ക് പിന്നീട് നോക്കാം. പിന്നീട് ഇതിനകത്തിൽ കുറച്ച് ഐറ്റംസ് കൂടെ ഉണ്ട്. ഇതിനകത്തിൽ ഷവർമയുണ്ട്. ഷവർമ നമ്മൾ മാറ്റി വെക്കുന്നു. കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നീട് ഇതെന്താണ്? പൊറോട്ടയുണ്ട്. പൊറോട്ടയും നമ്മൾ തൽക്കാലം പൊറോട്ടയും നമുക്ക് ചിക്കൻ കറിയുടെ നമുക്ക് കഴിക്കാം. പിന്നെ ഇതെന്താണ്? അതിൽ ബാർബിക്യൂ ചിക്കനാണെന്ന് തോന്നുന്നു. ചെറിയ പീസാണെന്ന് തോന്നുന്നു. ഒരു ബാർബിക്യൂവിൻ്റെ ചെറിയൊരു പീസുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു കിറ്റിനകത്തിൽ ഉള്ളത്. നമുക്ക് അല്പ സാധനങ്ങൾ കഴിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ കിറ്റൊക്കെ പൊട്ടിച്ച് എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയായിട്ടൊക്കെ നിരത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഓരോന്നായിട്ട് ട്രൈ ചെയ്യാൻ പോവുകയാണ്. ഇത് തരിക്കഞ്ഞി എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ അതാണ് അവർ മെനുവിനകത്ത് കൊടുത്തിരുന്നത്. അപ്പോൾ ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ കഞ്ഞിക്ക് നല്ല മധുരമൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് റവയൊക്കെ ചേർത്തിട്ടാണ് ഇത് ചെയ്തതെന്ന് തോന്നുന്നു. പിന്നെ എണ്ണയുടെയൊക്കെ ഒരു രുചിയൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇത് എനിക്കിഷ്ടപ്പെട്ടു. വളരെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ തന്നെ ആണോ നമുക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് കിട്ടുന്ന കഞ്ഞിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പള്ളികളിൽ കിട്ടുന്ന കഞ്ഞി ഇതാണോ എന്ന് അറിഞ്ഞൂടാ. പക്ഷേ ഇതിനാണെങ്കിൽ കുറച്ച് മധുരമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കുറുക്ക് പരുവമൊക്കെയാണ് ഈ കഞ്ഞി. ഇതാണ് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ളത്. അടുത്തായിട്ട് ഞാൻ ട്രൈ ചെയ്യണത് ഇത് ഹലീമാണ്. ഇത് ഹൈദരാബാദി ഹലീം എന്നാണ് പറയുന്നത്. ഇതിനകത്ത് കുറേ ഡേറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ നോക്കട്ടെ. അടിപൊളി. ഇതിനകത്തിൽ ഹലീമെന്ന് പറയുമ്പോൾ എനിക്കൊന്ന് മട്ടൻ്റെ ഒരു ഐറ്റമാണിത്. ഇതിനകത്തിൽ മട്ടനൊക്കെ നന്നായിട്ട് അരച്ച് ചേർത്ത രീതിയിൽ തന്നെ മട്ടൻ ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നിങ്ങളത് കണ്ടു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വളരെ നല്ല ടേസ്റ്റ് ഉണ്ട്. മട്ടനാണ് ഇതിനകത്ത് ഉള്ളത്. ഫുള്ള് മട്ടനാണ്. എനിക്കൊന്ന് ഇതിനകത്ത് ഏറ്റവും സ്പെഷ്യലായിട്ട് പറയുന്ന ഐറ്റം ഇതാണ്, ഹലീമാണ്. നമ്മൾ ഇതിനകത്ത് വരുന്ന ആ മട്ടനും പിന്നെ ആ അണ്ടിപ്പരിപ്പും എല്ലാവരും ചേർന്നിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് പിന്നെ ആ ഗ്രേവി എല്ലാവരും ഇളക്കിയിട്ട് ഒരു പിടിക്കുന്നുണ്ട്. വളരെ നല്ല ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാണ് പിന്നെ ഹൈദരാബാദി ഹലീം എന്നാണ് അവർ പറയുന്നത്. ലേ അറേബ്യയിൽ നിന്ന് കിട്ടിയ ലേ അറേബ്യയിൽ നിന്ന് അവർ പ്രൊവൈഡ് ചെയ്യുന്നൊരു ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ഐറ്റം തന്നെയാണ്. നമ്മളെല്ലാ ഐറ്റവും ഒന്ന് ട്രൈ ചെയ്യാൻ പോകണം. അവരൊരു മിനി ഷവർമയൊക്കെ തന്നിട്ടുണ്ട്. ലേ അറേബ്യയിലുള്ള അത്യാവശ്യം വളരെ നല്ല ഷവർമയാണ്.
ഷവർമയും നന്നായിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് തിരുവനന്തപുരത്ത് കിട്ടുന്ന നല്ല ഷവർമകളൊന്നാണ് ലെയർ അറേബ്യയിലെ ഷവർമ. ഓക്കെ, നമ്മളതിന് ശേഷമായിട്ട് എനിക്ക് ഇതിനകത്ത് മറ്റ് ഇഷ്ടപ്പെട്ട ഓരോ ഐറ്റമായിട്ട് ഞാൻ ട്രൈ ചെയ്യാൻ പോകണം. ഞാൻ പറഞ്ഞ ഒരു ബാർബിക്യൂ ചിക്കൻ്റെ പീസുണ്ട്. നോക്കാം, ചെറിയ 2 പീസാണ് ബാർബിക്യൂൻ്റെ, ചെറിയ 2 പീസാണ്. മയണൈസ് ഇല്ല, മയണൈസ് ഇവിടെ തന്നിരുന്നെങ്കിൽ നന്നായേനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഇതായിട്ട് ചെറിയൊരു പീസ് കഴിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ബഡ്ജറ്റിൽ എല്ലാവരുടെ ഒരു ഐറ്റം കിട്ടുന്ന ഉള്ളൂ. ഇതും വളരെ ആസ് യൂഷ്വൽ ലെയർ അറേബ്യയുടെ ഒരു സ്റ്റാൻഡേർഡുള്ള നല്ലൊരു ഐറ്റം തന്നെയാണ്. പിന്നീട് എനിക്ക് അവർ പറയുന്നത് ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങൾക്കായിട്ട് ഞാൻ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഞാൻ ട്രൈ ചെയ്യണം. ഇതിനകത്തുള്ളൊരു ചിക്കൻ പീസൊക്കെ ഉണ്ട്. ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ്, ടേസ്റ്റിയാണ്. ഇതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി ചിക്കൻ കറിയോട് ഒഴിച്ചാലോ? ഞാൻ അല്പം നമ്മുടെ ബിരിയാണിക്കകത്തുള്ള ചിക്കൻ കണ്ടോളൂ. ബിരിയാണിക്കകത്തുള്ള ചിക്കനും അല്പം ചിക്കൻ്റെ ചാറും ഇപ്പം ബാർബിക്യൂ ചിക്കനോട് എടുത്തിട്ട് ഒന്ന് കുഴക്കട്ടെ. ഇത്തിരി ഏറെ ചോറെടുത്തിട്ട് ഈ ബാർബിക്യൂ ചിക്കനും നമ്മുടെ ബിരിയാണിയുടെ ചിക്കനും ഈ ബിരിയാണി റൈസും ഇത്തിരി ഗ്രേവിയുടെ ഒക്കെ പിടിക്കുമ്പോൾ വളരെ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ ഹൈദരാബാദ് ചിക്കൻ ബിരിയാണി ഞാൻ അല്ലാതെ വെച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണി തന്നെയാണ് ഹൈദരാബാദ് ബിരിയാണി. അപ്പോൾ അത്യാവശ്യം നല്ല രുചി നമുക്ക് ഈ ഒരു ഐറ്റത്തിൽ നിന്നും കിട്ടുന്നുണ്ട്. അതിനുശേഷം ഞാൻ പൊറോട്ട ഞാൻ അധികം കഴിക്കാറില്ല. അപ്പോൾ എന്നാലും നമുക്ക് പൊറോട്ട കഴിക്കുന്ന ആളുകൾക്ക് പൊറോട്ടയും ചിക്കൻ കറിയും കൂട്ടി കഴിക്കാവുന്നതാണ്. സോ ഞാനത് ചിക്കൻ്റെ ഒരു പീസ് കൂടെ നമുക്കത് ഒരു വലിയൊരു ഫുഡ് റിവ്യൂ ആയിട്ടല്ല, നമ്മുടെ കിച്ചനകത്തിൽ എന്തൊക്കെ ഉണ്ട് എന്നറിയാൻ വേണ്ടി ചെയ്യുന്ന ഒരു റിവ്യൂ അതാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മളൊരു ഞാനൊരു പൊറോട്ടയുടെ പീസും എടുത്ത് കഴിച്ച് കാണിക്കുകയാണ്. പൊറോട്ടയുടെ ഒരു ചെറിയ പീസ് എടുക്കുന്നു. പീസ് എടുത്തതിന് ശേഷം ഞാൻ ചാറിലൊക്കെ മുക്കുന്നു. ചാറിൽ മുക്കിയിട്ട് ചെറിയൊരു ചിക്കൻ പീസും ബാർബിക്യൂൻ്റെ ചെറിയൊരു പീസും ചിക്കൻ ആദ്യം നിന്ന് ഞാൻ അല്പം ഒരു പീസ് എടുത്തിട്ട് വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടി കഴിക്കുന്നു. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ഒരു കോമ്പിനേഷൻ കാര്യം നമ്മുടെ ബിരിയാണി ഇങ്ങനെ എടുത്തിട്ട് ആ ബാർബിക്യൂൻ്റെ കുറച്ച് പീസും ചിക്കൻ്റെ കുറച്ച് പീസും ആ ഗ്രേവിയുടെ ചേർത്ത് കഴിക്കുന്നതിൽ ആണ് എനിക്ക് രുചി കറക്റ്റായിട്ട് ഫീൽ ചെയ്തത്. ഓക്കെ, പിന്നെ നമ്മുടെ ജ്യൂസിനകത്തിൽ മാതളമുണ്ട്, നന്നാരിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഒന്ന് കഴിച്ചാൽ വേണ്ടത്. സോ ഓക്കെ, ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടെന്നേ ഉള്ളൂ. ഇത്ര വലിയ സംഭവമൊന്നും തോന്നില്ല. അപ്പോൾ ഓക്കെ പറ്റും. പിന്നെ എന്താണ്, പിന്നെ നമ്മൾ ഷവർമ നോക്കി. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞ ഉണ്ണിയപ്പൊന്നും തൽക്കാലം കഴിക്കുന്നില്ല. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ ഒരു ഫ്രൂട്ട്സ് ഐറ്റംസ് കൂടെ കഴിച്ചിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മളൊരു ആപ്പിളിൻ്റെ ചെറിയൊരു പീസുണ്ട്. ഫ്രഷ് ഫ്രൂട്ട്സ് ആണെന്ന് തോന്നുന്നു. പിന്നെ കൈതച്ചക്ക ഉണ്ട്. അതിനുശേഷം നമുക്ക് വിശപ്പ് മാറ്റാനുള്ള സാധനം ഫ്രൂട്ട്സിൻ്റെ ഐറ്റംസ് തന്നെയാണ്. അപ്പോൾ എനിക്കൊന്ന് ഒരു 2 പേർക്ക് നന്നായിട്ട് കഴിക്കാനുള്ള ഫുഡുണ്ട്. അതെല്ലാം ഷെയർ ചെയ്ത് കഴിക്കണമെങ്കിൽ 2 പേർക്ക് നന്നായിട്ട് കഴിക്കാനുള്ള ഫുഡുണ്ട്. അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും എന്താണ് ഒരു തവണ വാങ്ങിച്ച് ട്രൈ ചെയ്യാവുന്ന ഒരു ഐറ്റം തന്നെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതൊക്കെ എന്താണ് ഞാൻ ഈ പറഞ്ഞ കണക്ക് തന്നെ ഈ കലീമൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ഇതൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഒരു കൗതുകത്തിൻ്റെ പേരിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്താണ് വീഡിയോ ചെയ്യുന്നത്. അപ്പം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ഐറ്റംസും ഒക്കെ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ തിരുവനന്തപുരത്ത് ഇത്തരമുള്ള ഐറ്റംസ് കിട്ടുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഇത്തരം ഇഫ്താർ കിറ്റ് കിട്ടുന്ന കടകളെക്കുറിച്ച് അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും റിവ്യൂ ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമുക്ക് ഏറ്റവും വിലപ്പെട്ടത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.